അങ്ങനെ നമ്മുടെ മോദി മന്ത്രിസഭയിൽ ആദ്യമായിട്ട് ജനങ്ങളുടെ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ട് ഒരു മന്ത്രി രാജിവെക്കേണ്ടി വന്നു. അപൂർവങ്ങൾ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഒരു കുറ്റവും പുള്ളി ചെയ്തിട്ടില്ല. ഈ ധർമ്മേന്ദ്ര പ്രധാൻ പുള്ളി എന്താണ് ചെയ്തിട്ടുള്ളത്? ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു ലീക്കിംഗ് നടത്തുന്ന ഒരു ശൃംഖലയെ ഇതറിഞ്ഞതിന് ശേഷം ഫ്യൂ വീക്സിനുള്ളിൽ പിടിച്ചിട്ട് ജയിലിലിട്ട് 13 പേരിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന് പകരം ഇവിടെ രാഹുൽ ഗാന്ധി ആയിരുന്നു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എങ്കിലും, രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി ആയിരുന്നെങ്കിലും, രാജീവ് ഗാന്ധിയുടെ അപ്പാപ്പൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നെങ്കിൽ പോലും ഇതുപോലെ നിയമ നടപടി എടുക്കാൻ പറ്റില്ലായിരുന്നു. ഹിഡിഡ് മാക്സിമം. അല്ലാതെ ഒരു മന്ത്രിയുള്ള സ്ഥിതിക്ക് എത്ര എക്സാം സെൻ്റർ ഉണ്ട്? അതും ഈ സംഭവം ലീക്കാവുന്നത് BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തല്ല. ഇന്ത്യയിൽ എത്രത്തോളം എക്സാം സെൻ്റർ ഉണ്ട്? ആയിരക്കണക്കിന് എക്സാം സെൻ്റർ ഉണ്ട്. ഒരു മന്ത്രിക്ക് എല്ലാ എക്സാം സെൻ്ററിൽ പോയിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുമോ? ഇത് സിസ്റ്റമാണ്. ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരാളെന്ന സ്ഥിതിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരെ കണ്ടുപിടിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുമ്പിൽ എത്തിച്ചിട്ട് തക്കതായ ശിക്ഷ മേടിച്ചു കൊടുക്കാമെന്നാണ്. ഹി ഡിഡ് ഇറ്റ്. ഇന്ത്യയിൽ എത്രയോ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല സ്റ്റേറ്റുകളും പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഇതിൽ കുറ്റവാളികളെ പിടിക്കാൻ പോലും പറ്റിയിട്ടില്ലല്ലോ. ഞാൻ ലീക്കേജിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. പല പ്രശ്നങ്ങളിലും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരെ അറസ്റ്റ് ചെയ്യുക പോയിട്ട് അവരെ പൊസിഷനിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാൻ പോലും പല ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു മന്ത്രി എന്ന നിലയിൽ ഹി ഡിഡ് ഇറ്റ്. ഇതിൽ കൂടുതൽ അയാൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ പറയും, നിങ്ങളിപ്പോൾ ഇതിനെ പ്രക്ഷോഭിച്ച ഈ CJPയുടെ മെയിൻ ആൾക്കാരുണ്ടല്ലോ, അത് അയാളായിരുന്നു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എങ്കിലും, അയാളുടെ അപ്പാപ്പൻ അച്ഛനായിരുന്നെങ്കിൽ പോലും ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യ കോടിക്കണക്കിന് ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഒരുപാട് സെക്യൂരിറ്റി ലൂപ്പ് ഹോൾസ് ഉണ്ട്. അപ്പോൾ ഒരു ശക്തമായ ഒരു ഗവൺമെൻറ് എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്തിട്ട് മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ മേടിച്ചു കൊടുക്കുക. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാജുവലി ഇങ്ങനെയുള്ള ഇൻസിഡൻസ് കുറയ്ക്കാൻ സാധിക്കും. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും 100% ഇല്ലായ്മ ചെയ്യാനൊന്നും പറ്റുന്നില്ല. നമുക്ക് ഗ്രാജുവലി ഇങ്ങനെയുള്ള ഇൻസിഡൻസ് കുറയ്ക്കാൻ സാധിക്കും. അത് വളരെ നല്ല രീതിയിൽ ഈ BJP ഗവൺമെൻറ്റും ഈ പറഞ്ഞ രാജിവെച്ച മന്ത്രിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഈ മന്ത്രി രാജിവെച്ചപ്പോൾ ഒരു പ്രഥമ ദൃഷ്ട്യ പലർക്കും തോന്നുന്നത് BJP ഗവൺമെൻറ്റിന് ഒരു അടിപറ്റി എന്നാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഈ മന്ത്രി രാജിവെച്ചപ്പോൾ പല ആൾക്കാരുടെയും പല പ്ലാനുകളും പാളിപ്പോയി. 99% പ്രതിപക്ഷ, അതായത് BJP ആൻറ്റി മോഡി ആൾക്കാർ വിചാരിച്ചിരുന്നത് തീർച്ചയായിട്ടും ഒരിക്കലും ഈ മന്ത്രി രാജിവെക്കില്ല. അതുകൊണ്ട് ഈ പ്രക്ഷോഭം ഒരുപാട് ആഴ്ചകളോളം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് പോലും ഈ പ്രക്ഷോഭങ്ങൾ ഇവിടെ നടക്കും. അങ്ങനെ ഒരു നേപ്പാളോ ശ്രീലങ്കയോ ബംഗ്ലാദേശോ പോലെ ഒരു അട്ടിമറി ഭരണമാറ്റവും ഭയങ്കര ഇന്ത്യയുടെ ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചിട്ട് പലതും സംഭവിക്കുന്നൊക്കെ ഒരുപാട് പേര് വ്യാമോഹിച്ചു. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നും സംഭവിച്ചില്ല. ഇത് ശരിക്കും ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു. CJPക്കാർ പോലും ഈ മന്ത്രി രാജിവെക്കില്ല എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ആ പേരിൽ കുറച്ചും കൂടി ദിവസങ്ങളോളം വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ രാജി വെച്ചതിൽ കൂടി പ്രഥമ ദൃഷ്ട്യ ഇതൊരു BJPക്ക് കയറ്റ അടിയാണെന്ന് തോന്നുമെങ്കിലും ശരിക്കും പല ആൾക്കാരുടെയും പല പ്ലാനിങ്ങും മോഹങ്ങളും ഇതോടുകൂടി ഒഴുകിപ്പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി എന്തു ചെയ്യും മല്ലയ്യ എന്ന് പറഞ്ഞ പോലെയായി പല ആൾക്കാരുടെയും പ്ലാനിങ്. ഓഫ് കോഴ്സ് BJPക്ക് ഒരു ക്ഷീണം തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു പാർട്ടി 3 വർഷം ബാക്ക് ടു ബാക്ക് ഭരണത്തിൽ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേ BJPയും ബാക്കിയുള്ള പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അടി അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നെഴുന്നേറ്റ് വരാനുള്ള കഴിവ് അവർക്കുണ്ട്. തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും. എവിടെയാണ് അവർക്ക് പാളിച്ച് പറ്റിയത്? അതുകൊണ്ട് BJP ഒരു 5 ചുവട് ബാക്കിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത്. ബംഗാൾ നമ്മൾ കണ്ടതാണ്, എത്രയോ സ്റ്റേറ്റുകൾ നമ്മൾ കണ്ടു, ബീഹാർ കണ്ടു, ഒറീസ കണ്ടു. ശിവസേനയുടെ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ തീരുമാനം ഏകദേശമായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ അല്ല, ഇപ്പോൾ AAPയുടെ കാര്യം കണ്ടില്ലേ, അതുപോലെ പലതും നടക്കും. ഇനിയിപ്പോൾ CJP ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് കഴിഞ്ഞാൽ അവരൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് BJP ആയിരിക്കും. ഞാനെന്താ അങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BJP കിട്ടുന്ന വോട്ടുകൾ അങ്ങനെ 90% BJP വോട്ടുകൾ അങ്ങനെ സ്പ്ലിറ്റായി പോകില്ല. അത് BJPക്ക് തന്നെ കിട്ടും. മനസ്സിലായില്ലേ? അതൊരിക്കലും നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അവരെന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും BJP വോട്ടേഴ്സിൻ്റെ ഒരു 80% അല്ലെങ്കിൽ 90% വോട്ട് അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ അവർക്ക് കിട്ടും.
CJP ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ ആൻറ്റി BJP വോട്ടുകളാണ് സ്പ്ലിറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ BJPയെ മോദിയെയും എതിർക്കുന്ന വോട്ടേഴ്സ് കൺഫ്യൂഷനിലാവും CJPക്ക് വോട്ട് ചെയ്യണോ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ആൻറ്റി മോഡി ആൻറ്റി BJP വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ട് വീണ്ടും BJP 2022 വളരെ 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 ഈസി ആയിട്ട് അധികാരത്തിൽ വരാൻ പറ്റും. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും CJP ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപീകരിച്ച് കഴിഞ്ഞാലും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കോൺഗ്രസുമായിട്ടൊരു അലയൻസിന് കൂടെ നിന്നാലോ എന്ന്. അത് CJP ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കോൺഗ്രസിനും അത് താല്പര്യമില്ല. കാരണം കോൺഗ്രസ് CJP ആയിട്ട് സഖ്യത്തിൽ വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ പതനാണ്. പിന്നെ കോൺഗ്രസ് എന്നുള്ള പാർട്ടി ഇന്ത്യയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് കോൺഗ്രസിന് അതിന് വലിയ ഒരു താല്പര്യം ഉണ്ടാവില്ല. CJPക്കാർക്കും അതിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് BJPയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഇൻഡിപെൻഡൻറ്റ് ഒരു പുതിയ പാർട്ടിയായിട്ട് പ്രതീക്ഷയിലാണ് പല ആൾക്കാരും CJPയുടെ കൂടെ ഉള്ളത്. വീണ്ടും കോൺഗ്രസിൻ്റെ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒരു കറപ്റ്റഡ് പാർട്ടിയുടെ കൂടെ CJP രൂപപ്പെട്ടതിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ ചോദ്യം ചെയ്യുന്നതിന് നീക്കലായിരിക്കും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അതിനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ജോയിൻ ചെയ്ത് CJPയും കോൺഗ്രസും കൂടി ഒരുമിച്ചാൽ പോലും അവിടെ ഇടി തന്നെ ഉണ്ടാവുള്ളൂ. ഒരുമിക്കാനുള്ള സാധ്യത 99.9% ഇല്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പതനായിരിക്കും. അതുകൊണ്ട് BJPക്കാരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് CJP ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണം എന്നാണ്. അതിനുശേഷം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ BJPക്കാർക്ക് തീർച്ചയായിട്ടും അടുത്ത വർഷം വളരെ ഈസി ആയിട്ട് അധികാരത്തിൽ വരാൻ സാധിക്കും. ഇപ്പോൾ CJPയുടെ ഈ വിജയം ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച് കളഞ്ഞത് അല്ലെങ്കിൽ നാണം കെടുത്തിയത് കോൺഗ്രസിനെയാണ്, രാഹുൽ ഗാന്ധിയെയാണ്. ഒരു പ്രതിപക്ഷം വിചാരിച്ചിട്ട് ഈ രാഹുൽ ഗാന്ധിയൊക്കെ 2013-14 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് 2014 ആ 14 മുതൽ എത്രയോ കാര്യങ്ങളിൽ മോദിയെയും BJPനെയും കുറ്റം പറഞ്ഞ് തെറി പറഞ്ഞിട്ട് തേരാപ്പാര അങ്ങോട്ട് നടക്കണ്ടായിരുന്നു. ഒരു മന്ത്രിനെ താഴെ ഇറക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. ഒരു മന്ത്രിനെ പോയിട്ട് എന്തെങ്കിലും ഒരു BJPയിലെ ഒരു നേതാവിനെങ്കിലും വിറപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. അപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും അട്ടർ വേസ്റ്റാണെന്ന്, തനി വാഴകളാണെന്ന്, ചുക്കിനും ചുണ്ടാമിനും കൊള്ളാത്ത ഒരു മണുഗുണാക്ഷന്മാരാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ശരിക്കും കരയാണ് നാണം കേട്ടിട്ട്. എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിനോട് രാഹുൽ ഗാന്ധിയാണ്. ഇങ്ങനെ നാണം കെട്ട് ഒരു പ്രതിപക്ഷ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം?